ലോകരാജ്യങ്ങൾ വലിയൊരു യുദ്ധത്തിനാണ് ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും അമേരിക്കയൊക്കെ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്ത്യ എന്ന രാജ്യത്തെയും അതുപോലെ തന്നെ കേരളം എന്ന സംസ്ഥാനത്തെയും ബാധിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഒരു യുദ്ധം കാരണം നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തും ഇന്ത്യ എന്ന രാജ്യത്തും കിട്ടിവരുന്ന പെട്രോളുകളും പാചകവാതകങ്ങളും ഈ ഒരു സമയത്ത് കിട്ടാനായിട്ട് യാതൊരു വഴിയുമില്ല. അതുപോലെ തന്നെ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന പെട്രോൾ ആയാലും പാചകവാതകമായാലും ഇപ്പോൾ നമ്മൾ കൊടുത്തു വരുന്നതിൻ്റെ ഇരട്ടി വില കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒട്ടനവധി പെട്രോൾ പമ്പുകളിലാണ് ഒരുപാട് പെട്രോളുകൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ബൾക്കായിട്ട് ഈ ഒരു പെട്രോളുകൾ വാങ്ങുന്നതും ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒട്ടനവധി വീഡിയോസാണ് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറയുന്നത് പോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാചകവാതകം. നമുക്ക് ഗ്യാസ് ഇപ്പോൾ കിട്ടാനായിട്ടില്ല. പല വ്യക്തികളും ഈ പറയുന്ന ഗ്യാസ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഈ പറയുന്ന ഗ്യാസ് ഏജൻസീസ് ഈ പറയുന്ന പോലെ ഓൺലൈൻ ബുക്കിംഗ് സ്വീകരിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം ഗ്യാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ അവരുടെ പക്കലില്ല കൊണ്ടാണ് പല ഏജൻസികളും ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ സ്വീകരിക്കാത്തത്. അതുകൊണ്ട് തന്നെ പാചകവാതകവും നമ്മുടെ നാട്ടിൽ കിട്ടാനില്ല. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ഈ ഒരു യുദ്ധം കാരണം ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഹോട്ടൽ ഉടമസ്ഥന്മാർ. ഒട്ടനവധി ഹോട്ടൽസാണ് ഇതിനോടകം പൂട്ടിയിരിക്കുന്നത്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സംസ്ഥാനത്ത് 20% ഹോട്ടലുകളാണ് അടച്ചു പൂട്ടിയിരിക്കുന്നത്. ഇനിയും പാചകവാതകം കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത ആഴ്ചക്കുള്ളിൽ ഏകദേശം 50% ഹോട്ടലുകളിലും നമ്മുടെ സംസ്ഥാനത്ത് അടച്ചു പൂട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ ഈ പറയുന്നത് പോലെ സ്വിഗ്ഗി, സൊമാറ്റോ എന്നീ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കുന്നവർക്കും ഈ ഒരു സമയത്ത് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെയും കാരണം ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പല സമയങ്ങളിലും ഈ പറയുന്ന പോലെ ഈ ഫുഡ് ഡെലിവറി കാര്യങ്ങളും സ്വീകരിക്കാത്ത തന്നെയാണ്. ഇതിൻ്റെ കാരണവും ഈ പറയുന്നത് പോലെ മെജോറിറ്റി ഈ പറയുന്ന ആളുകൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുന്ന ഹോട്ടലുകളും കാര്യങ്ങളും അവരുടെ സർവീസ് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഫുഡും കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട്, സമോവർ ചായ എന്ന് പറയും. അതായത് സമോവർ എന്ന് പറയുന്ന മെഷീനിലൂടെ ഈ പറയുന്ന ഉണ്ടാക്കുന്ന ചായ, അതിനകത്ത് ഏകദേശം 15 മണിക്കൂറോളം പാചകവാതകം ഉപയോഗിച്ചുകൊണ്ട് സമോവർ കത്തിച്ചാൽ മാത്രമാണ് ഓരോ ചായക്കടകളിലും ഓരോ ഹോട്ടലുകളിലും രാവിലെ 5 മണി മുതൽ വിറ്റ് വരുന്ന ആ ഒരു സമോവർ ചായ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം ഈ പറയുന്ന പ്രായമായിട്ടുള്ളവരും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രായം എന്നില്ല, നമ്മൾ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരും ഒരുപോലെ രാവിലെയൊക്കെ പോയി കുടിക്കുന്ന ഒരു സാധനമാണ് സമോവർ ചായ. ഇനിയിപ്പോൾ സമോവർ എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ ചായക്കടകളിലും ഹോട്ടലിലൊക്കെ ചായ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ, അതായത് ഈ പറയുന്ന പാലും വെള്ളമൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ ആ ഒരു സമോവറിൽ കിടന്ന് നല്ല രീതിയിൽ ചൂടാവുമ്പോൾ ആ ഒരു പാലിൻ്റെയും ആ ഒരു ചായപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന വീട്ടിലുണ്ടാക്കുന്ന ചായയേക്കാളും ബെറ്റർ ആയിട്ട് ആ ഒരു സമോവർ ചായ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോട്ടൽ ഓണർമാർക്ക് ഈ പറയുന്ന രാവിലെ തന്നെ ചായ കുടിക്കാൻ വരുന്നവർ ചായക്കടയിൽ ചെന്ന് ഒരു ചായ എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ചായ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സമോവർ ഉപയോഗിച്ചുകൊണ്ട്. ഈ ഒരു 15 മണിക്കൂറോളം ഈ ഒരു പാചകവാതകം ഉപയോഗിച്ചുകൊണ്ട് കത്തിക്കേണ്ട സമോവർ അത്തരത്തിൽ കത്തിക്കാനായിട്ട് പാചകവാതകം ഇല്ലാത്തത് കൊണ്ട് തന്നെ സമോവർ ചായയും ഇനി നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കില്ല. ഏകദേശം മിക്ക ഹോട്ടലുകളും സമോവർ ചായയുടെ വിൽപ്പന ഇപ്പോൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇനി നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പെട്രോള്, പാചകവാതകം, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ ഉപയോഗത കുറച്ചുകൂടി സൂക്ഷിച്ച് വേണം ഇനി ചെയ്യാനായിട്ട്. അത്യാവശ്യം പറ്റുന്ന എല്ലാവരും ഈ പറയുന്ന പെട്രോളായാലും പാചകവാതകമായാലും വളരെ നമുക്ക് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, പറ്റാവുന്നത്ര അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സൂക്ഷിച്ചും കണ്ട് നിൽക്കുക. അത്രയൊക്കെ പറയാനുള്ളൂ ഈ ഒരു സമയത്ത്. കാരണം പാചകവാതകവും പെട്രോളും ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ട സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പെട്രോൾ ആയിക്കോട്ടെ, നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ സ്വന്തം വാഹനത്തിൽ പെട്രോൾ ഇല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ തങ്ങളുടെ ജോലി സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത്തരത്തിൽ സ്കൂൾ വാഹനങ്ങൾ, കോളേജ് വാഹനങ്ങൾ, അത്തരത്തിലൊക്കെ വിദ്യാഭ്യാസത്തിന് വരെയും ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു പെട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഇന്ധനത്തിന് സാധിക്കും. അതുപോലെ തന്നെ പാചകവാതകമായിക്കോട്ടെ, നമുക്ക് വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ച് തിന്നാനായിട്ട് പാചകവാതകം വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് ഈ പറയുന്ന അടുപ്പ് കൂട്ടിയാൽ പോലെ എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും പറയുമ്പോൾ പറയാമെന്നല്ലാതെ ഇതൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ട് വരില്ല. കാരണം കേരളത്തിലായാലും ഇന്ത്യയിലായാലും
ലോകത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫോളോ ചെയ്തു വന്ന ചില പാറ്റേൺ ഉണ്ട്. അതിന് വ്യക്തമായിട്ടൊരു മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിനെ അത് കൃത്യമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാചകവാതകവും പെട്രോളും ഏറ്റവും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇരു രാജ്യങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്